ഇൻവെർട്ടറിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഉള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ലാബ് ചെയ്യും കേട്ടാ. അപ്പൊ ഇവിടെ സ്വിച്ച് നിലക്ക് കാണുന്നില്ലേ? അപ്പൊ ഇതൊരു നമ്മളെ വീട്ടിലുള്ള സ്വിച്ച് അല്ല, ഇലക്ട്രോണിക് ഡിവൈസ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസുകളായിരിക്കും ഇവിടെ സ്വിച്ച്. ഇപ്പൊ ഇതുപോലെ രണ്ട് സ്വിച്ച് എന്ന് പറയുന്നേ ഉള്ളൂ, കാണുമ്പോൾ സ്വിച്ച് എന്ന് പറയും, പക്ഷെ ഇത് ശരിക്കും രണ്ട് ഡിവൈസുകളായിരിക്കും, സെമി കണ്ടക്ടർ ഡിവൈസുകളായിരിക്കും. ഒന്നിക്ക് മോസ്ഫെറ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ഇൻവെർട്ടറിലൊക്കെ മോസ്ഫെറ്റ് ഒക്കെ ആയിരിക്കും. മോസ്ഫെറ്റ് അല്ലെങ്കിൽ ഹൈ പവർ സെമി കണ്ടക്ടറുടെ തൈറിസ്റ്ററോ, പിന്നെ ഹെവി ആയിട്ടുള്ള നമ്മളെ ട്രാൻസിസ്റ്റർ ഉണ്ട്, ഹൈ കറണ്ട് ട്രാൻസിസ്റ്റർ, ഹൈ കറണ്ട് കാപ്പബിലിറ്റി ഉള്ള ട്രാൻസിസ്റ്റർ, അങ്ങനെയുള്ള സ്വിച്ചിന്റെ ഡിവൈസുകളാണ് ഇത്. അല്ലാണ്ട് ശരിക്കും നമ്മുടെ വീട്ടിലുള്ള സ്വിച്ച് അല്ല. ഇതിനെ ഓൺ ഓഫ് ആക്കാം, ഹൈ സ്പീഡിൽ ഓൺ ഓഫ് ആക്കാൻ പറ്റും. 60 ഹെർട്സ് റേഞ്ചിൽ ഓൺ ഓഫ് ആക്കുകയാണ് ചെയ്യുക. ഡ്രൈവിംഗ് സർക്യൂട്ടുകൾ വെച്ചിട്ട് ഓൺ ഓഫ് ആക്കുകയാണ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ബേസിക് ഇൻവെർട്ടർ പറയുമ്പോൾ ഇങ്ങനെ പറയാം, സ്വിച്ച് വെച്ചിട്ട് പറയാം. ഇപ്പൊ സിലബസിലുള്ളതാണ്. ആദ്യം നമ്മൾ സ്വിച്ച് S1 ഓൺ ആക്കുക. S1 ഓൺ ആക്കിയാൽ എന്ത് സംഭവിക്കും? S2 ഓഫ്, S1 ഓൺ ആക്കുക. ഇവിടെ DC സപ്ലൈ ആണ് ഉള്ളത്. DC മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, AC ഇല്ല, DC സപ്ലൈ ഉള്ളൂ. സ്വിച്ച് 1 ഓൺ ആക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു DC കറണ്ട് ഫ്ലോ ഉണ്ടാവില്ലേ? ഇവിടെ പോസിറ്റീവ്, ബാറ്ററിന്റെ പോസിറ്റീവ് എന്ന് അല്ല, C2A സ്വിച്ച് ഇതുവഴി കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടിക്ക് അതിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. കറണ്ട് പോസിറ്റീവ്, ഇൻഡക്ടർ നെഗറ്റീവ്. ഇപ്പൊ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും അല്ലെ? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് സെക്കൻഡറിയിൽ ഉണ്ടാവും. അപ്പൊ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഇതേ ഡയറക്ഷനിൽ വേണ്ടിക്ക് എടുക്കാം. പിന്നെ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ പൊളാരിറ്റി തിരിച്ചും വരും. ബൈൻഡിങ് അത് എടുക്കുന്ന പോലെ ഉണ്ടാകുക. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ പൊളാരിറ്റി നേരെ തിരിച്ചിട്ടാന്ന് വിചാരിക്കാം കേട്ടോ. ഇങ്ങനെ വരും. ഇപ്പൊ എന്താ? പോസിറ്റീവ് വോൾട്ടേജ്, മുകളിൽ പോസിറ്റീവ് അല്ലെ, ലോഡിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കിട്ടും നമ്മുടെ സ്വിച്ച് S1 ക്ലോസ് ചെയ്യുമ്പോൾ. ഇപ്പൊ വൈൻഡിങ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റാം കേട്ടോ. ഇൻഡ്യൂസ് ചെയ്യുന്ന പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കണക്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന പൊളാരിറ്റി ഉള്ളത്. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്ന് വിചാരിക്കുക കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ ലിങ്ക് ചെയ്യും. അപ്പൊ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലെ? അപ്പൊ ലോഡിൽ വോൾട്ടേജ് കിട്ടും. S1 ഓൺ ആക്കുമ്പോൾ ഇതുപോലെയാണ്, പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെയും. കറണ്ട് നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് കിട്ടും S1 ഓൺ ആക്കുമ്പോൾ ഇതുപോലെ അല്ലെ? പോസിറ്റീവ് വോൾട്ടേജ് EMF ഇൻഡ്യൂസ് ചെയ്യും. ഇനി എന്ത് ചെയ്യുക? ഇനി അടുത്ത ഇതിൽ നമ്മൾ ആരെ ഓൺ ആക്കുക? സ്വിച്ച് S2 ഓൺ ആക്കുക ഇല്ലേ? ഈ S2 ഓൺ ആക്കുക, S1 ഓഫ് ആക്കുക. ഇനി കറണ്ട് ഫ്ലോ ഇതിലെ കൂട്ട വരും? പ്രൈമറിയിലെ ലോവർ എൻഡിലെ കൂട്ട വരും അല്ലെ? വൈൻഡിങ്ങിന്റെ ലോവർ എൻഡിലെ കൂട്ട, പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇപ്പൊ എന്തായി? പൊളാരിറ്റി മാറിയില്ലേ? ഇവിടെ നോക്കിയാൽ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് കിട്ടും. ഇപ്പൊ ഇവിടെയോ മുകളിൽ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്. നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. മാഗ്നറ്റിക് ഫ്ലക്സ് റിവേഴ്സ് ഡയറക്ഷനിലല്ലേ ഉള്ള, ഡയറക്ഷൻ മാറിയില്ലേ? കറണ്ടിന്റെ ഡയറക്ഷൻ മാറിയോണ്ട് എന്താ? വോൾട്ടേജ് മാറും. അപ്പൊ നെഗറ്റീവ് വോൾട്ടേജ് ആണ് ലോഡ് കിട്ടുക. S2 ഓൺ ആകുമ്പോൾ ഇപ്പൊ നെഗറ്റീവ് വോൾട്ടേജ് ആണ് കിട്ടുക. ഇവിടെ -V1 എന്നുണ്ടെങ്കിൽ ഇവിടെ V1 ആണെങ്കിൽ അല്ല, ഇവിടെ V1 ആണെങ്കിൽ ഇവിടെ -V1 ആ രൂപത്തിലാണ് കിട്ടുക. ഇതാണ് ബേസിക് ഇൻവെർട്ടർ. അപ്പൊ എന്താ? സ്വിച്ച് S1 S2 ആൾട്ടർനേറ്റ് ആയിട്ട് ഓണും ഓഫ് ആക്കുക. അതിനനുസരിച്ച് നമുക്ക് വോൾട്ടേജ് അല്ലെ, +V -V സ്ക്വയർ ആണ് കേട്ടോ, സൈനുസോയിഡൽ അല്ല, സ്ക്വയർ ആയിട്ടാണ് ഇതിൽ കിട്ടുക ബേസിക് ഇൻവെർട്ടർ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻവെർട്ടർ. അപ്പൊ അത്